വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിനെ ഫാർസി എന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിളിച്ചപ്പോൾ പ്രതിപക്ഷം പ്രീണീന രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ പറഞ്ഞത്. രാജ്യത്തെ തകർക്കാൻ ചിലർ ഗൂഢാലോചന നടത്തുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇവർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ചിലർ ഇന്ത്യൻ രാഷ്ട്രത്തിനെതിരെ പോരാടുകയാണെന്നും പറഞ്ഞ നദ്ദയ്ക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ലവ് ജിഹാദും ഗോ സംരക്ഷണവും പറഞ്ഞാൽ നിങ്ങൾ കൊന്നൊടുക്കിയതിനത്രയൊന്നും കയ്യും കണക്കുമില്ല. അത് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. നിങ്ങൾ രാജ്യസംരക്ഷണത്തെക്കുറിച്ച് വീമ്പ് പറയേണ്ടതുമില്ല. വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള JPC റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം രാജ്യസഭയിൽ ബഹളം ഉണ്ടാക്കിയതിന് പ്രതിപക്ഷത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചിരുന്നു. സഭയിൽ വലിയ ബഹളമാണ് ഉണ്ടായത്. JPCയിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ നീക്കം ചെയ്തുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ല എന്നും അവർ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും റിജിജു പറഞ്ഞു. റിപ്പോർട്ട് JPCക്ക് തിരികെ നൽകണമെന്ന് അദ്ദേഹത്തെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ബഹളമുണ്ടായത്. വഖഫ് ബോർഡിനെ കുറിച്ചുള്ള JPC റിപ്പോർട്ടിൽ പല അംഗങ്ങൾക്കും അവരുടെ വിയോജിപ്പ് റിപ്പോർട്ട് ഉണ്ട്. ആ കുറിപ്പുകൾ നീക്കം ചെയ്തത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അടിച്ചമർത്തുന്നതിന് തുല്യമാണ്. ഇത് ജനാധിപത്യ വിരുദ്ധവുമാണ്. വിയോജിപ്പ് റിപ്പോർട്ടുകൾ ഇല്ലാതാക്കിയ ശേഷം അവതരിപ്പിക്കുന്ന ഏതൊരു റിപ്പോർട്ടിനെയും അത്തരം വ്യാജ റിപ്പോർട്ടുകൾ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. റിപ്പോർട്ടിൽ വിയോജന അഭിപ്രായങ്ങളെങ്കിൽ അത് തിരിച്ചയച്ച വീണ്ടും അവതരിപ്പിക്കണം എന്നാണ് ഖാർഗെ സഭയിൽ ആവശ്യപ്പെട്ടത്. JPC റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ച അഹങ്കാരത്തിലാണ് BJP ഉള്ളതെങ്കിലും പലരും മാറി ചിന്തിച്ചാൽ വഖഫ് ഭേദഗതി പാസ്സാകില്ല എന്നതാണ് സത്യം. കാരണം രാജ്യസഭയിൽ വിപ്പ് ഇല്ല എന്നത് തന്നെ. നിലവിൽ BJPയുടെ ഘടകകക്ഷികൾക്ക് എതിർപ്പുള്ള ഈ ബില്ലിനെതിരെ നേതാക്കൾ മാറ്റിക്കുത്തിയാൽ ഈ നിർണായക ബില്ല് അവിടെ അങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കും. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഒരു വാക്ക് പോലും കേൾക്കാതെ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചതിൽ വലിയ ബഹളമുണ്ടായിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. The JPC report on Waqf Amendment Bill was to be placed on the table of the House. And some of the concerns raised by the opposition party, I have just checked it. There is no deletion, there is no removal of any part of the report. Everything is tabled on the floor of the House. On what basis you can raise this kind of issues? Don't mislead the House. Sir, I am very pained to say that the honorable members from opposition parties are making unnecessary issue by raising issue which is not fact. The allegation is false, sir. And as per the rule, the JPC had conducted the entire proceedings. There was no violation of any rules. All the members from the opposition parties participated in the proceedings of the JPC for last 6 months. Now finally, when the report is placed in the floor of the House, they are raising objection. In the appendix also, all the dissent notes are also attached. All the dissent notes of the opposition parties are also attached and placed on the record of the House. They can't mislead the House in this manner. This is very unfortunate, sir.